വിസ്ഡം ഗ്ലോബലുകാർക്കുള്ള മറുപടിയുടെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ഷമീർ മദീനിയുടെ യുക്തിയുടെ മതം എന്ന പ്രഭാഷണത്തിൻ്റെ ആദ്യത്തെ സെൻറ്റൻസാണ് ചർച്ചയ്ക്കെടുത്തത്. അതിൽ ഖുർആനിൽ യുക്തി പ്രയോഗിക്കാനും ബുദ്ധി പ്രയോഗിക്കാനും നല്ലപോലെ ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നും അതുകൊണ്ട് ഇസ്ലാം ബുദ്ധിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ സംസാരം തുടരുന്നു. ഏത് രീതിയിൽ എങ്ങനെയെല്ലാം എന്തിനെയെല്ലാം സംബന്ധിച്ച് ചിന്തിക്കണം, പഠിക്കണം എന്നുള്ള കൃത്യമായ ഒരു മാർഗനിർദ്ദേശം മതമില്ലാത്ത ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് സമർപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്നത് നാം തിരിച്ചറിയേണ്ട സംഗതിയാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഉണർത്തിയ മറ്റൊരു കാര്യം, ബുദ്ധിയും ചിന്തയും ദൈവികമായ ദാനമാണ്. അത് ഉപയോഗപ്പെടുത്താത്തവരെ പരിശുദ്ധ ഖുർആൻ അതിനിശ്ചിതമായി വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, ബുദ്ധി ഉപയോഗിക്കാത്തവരെ പരിശുദ്ധ ഖുർആൻ നന്നായി ആക്ഷേപിച്ചിട്ടുണ്ട്, തെറി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ബുദ്ധി എന്തിനുപയോഗിക്കാത്തവരെയാണ് പരിശുദ്ധ ഖുർആൻ തെറി പറഞ്ഞത് എന്ന് പരിശോധിക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ്റെ പരിശുദ്ധി എത്രത്തോളം പ്രാകൃതമാണ് എന്ന് നമുക്ക് മനസ്സിലാവുക. ഇവിടെ മതമില്ലാത്തവർ, ദൈവമില്ലാത്തവർ എങ്ങനെ ചിന്തിക്കണം, എന്ത് ചിന്തിക്കണം എന്നതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ മുന്നോട്ട് വെക്കുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ ഐഡിയ മുന്നോട്ട് വെക്കുന്ന ഏർപ്പാടിൻ്റെ പേരല്ല സ്വതന്ത്ര ചിന്ത അല്ലെങ്കിൽ യുക്തിവാദം എന്നൊന്നും പറയുന്നത്. എങ്ങനെ ചിന്തിക്കണം, എന്ത് ചിന്തിക്കണം, ചിന്തിച്ചിട്ട് എന്ത് കണ്ടെത്തണം, എന്ത് ചിന്തിക്കാൻ പാടില്ല, എന്ത് കണ്ടെത്താൻ പാടില്ല എന്നൊക്കെ ശാഠ്യം പിടിക്കുന്നതിൻ്റെ പേരാണ് മതവിശ്വാസം എന്ന്. അത് തന്നെയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഖുർആൻ മനുഷ്യൻ്റെ ബുദ്ധിയെ ചിന്തിക്കാനായിട്ട് സ്വതന്ത്രമായിട്ട് വിട്ടിരിക്കുകയല്ല, മാത്രമല്ല ഖുർആൻ പറയുന്നതനുസരിച്ചും ഇവരിപ്പോൾ വിശദീകരിക്കുന്നതനുസരിച്ചും മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഈ പടച്ചോൻ തന്നെ പരിമിതി ഉണ്ടാക്കി. ബുദ്ധിയും ചിന്തയും യുക്തിയുമൊക്കെ കടന്നു പോകുന്നതിന് ഒരു ലിമിറ്റ് വെച്ച് മനുഷ്യൻ്റെ ബുദ്ധിയെ വളരെയധികം പരിമിതപ്പെടുത്തിയത് ഈ ദൈവമാണ്. എന്നിട്ട് ഇതേ ദൈവം പരിമിതപ്പെടുത്തിയ നമ്മുടെ ബുദ്ധിയോട് ചിന്തിക്കാൻ പറഞ്ഞുകൊണ്ട് ഈ പരിമിതിക്ക് പുറത്തുള്ള കാര്യങ്ങൾ വിശ്വസിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് രണ്ടും കൂടെ എങ്ങനെയാണ് നടക്കുക? നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും പരിമിതി നിശ്ചയിച്ചിട്ട് ആ പരിമിതിക്ക് അപ്പുറത്തേക്ക് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയോ ബുദ്ധിയിലൂടെയോ യുക്തിയിലൂടെയോ കടന്നു ചെല്ലാൻ പറ്റാത്ത, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കാര്യങ്ങൾ അഡീഷണൽ മെസ്സേജായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. എന്നിട്ട് ആ അഡീഷണൽ മെസ്സേജിൽ നമ്മളോട് നിങ്ങൾ ഈ പരിമിത ബുദ്ധി വെച്ചിട്ട് ചിന്തിച്ചിട്ട് എന്ത് കണ്ടെത്താനാണ് പറയുന്നത്? ഈ കൊണ്ടുവരുന്ന സാധനം ശരിയാണ് എന്ന് കണ്ടെത്താൻ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല എന്നാണ് ഈ പറയുന്നത്. ഇവിടെ ഉള്ള ബുദ്ധിയുടെ, പരിമിതമായ ബുദ്ധിയുടെ ശേഷിയെപ്പോലും വീണ്ടും പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും പരിമിതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പരിമിതിക്ക് പുറത്തുള്ള കാര്യങ്ങൾ വിഴുങ്ങാൻ വേണ്ടി നമ്മളോട് മെസ്സേജിലൂടെ ആവശ്യപ്പെടുകയും എന്നിട്ട് ആ മെസ്സേജിൽ പറയുന്ന കാര്യങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മളോട് ഈ പരിമിത ബുദ്ധി വെച്ച് ചിന്തിക്കാൻ പറയുകയും ആ ചിന്ത ഈ മെസ്സേജിൽ മാത്രം ഒതുങ്ങാൻ നമ്മളെ വീണ്ടും ലിമിറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മതവും ദൈവവും ഒക്കെ തൽക്കാലം വേണ്ട എന്ന് ഞങ്ങളൊക്കെ തീരുമാനിച്ചത്. കാരണം നമുക്ക് ഉള്ള ബുദ്ധി, എത്ര പരിമിതി ഉണ്ടെങ്കിൽ ആ പരിമിതി ഉള്ള ബുദ്ധി കൊണ്ട് തന്നെ ചിന്തിച്ചാൽ ഈ അഡീഷണൽ മെസ്സേജായിട്ട് കൊടുത്തയച്ച സാധനം അങ്ങനെ കൊടുത്തയക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് പോലും ചിന്തിച്ചാൽ അതൊരു ബ്ലണ്ടറാണ് എന്നും അതിനകത്ത് മണ്ടത്തരങ്ങളാണ് എന്നും ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെട്ടപ്പോഴാണ് അഡീഷണൽ മെസ്സേജ് കൊണ്ടുവന്നതും കൊടുത്തയച്ചതും ഈ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് ആരെങ്കിലും ആണ് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അത് തെറ്റാണ്. വിശ്വസിക്കാൻ കഴിയില്ല എന്നല്ല, അത് ശുദ്ധ അസംബന്ധമാണ്, ശുദ്ധ വിവരക്കേടാണ്, അത് തീർത്തും തെറ്റായ മനുഷ്യൻ്റെ അന്ധവിശ്വാസമാണ് എന്ന് ഈ പരിമിത ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെയൊക്കെ ഈമാൻ നമ്മളെ വിട്ടുപോയത്. നമ്മൾ ഈമാൻ എടുത്ത് എറിഞ്ഞതല്ല, ഈമാൻ നമ്മളെ വിട്ട് പറന്നു പോയതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഉദാഹരണം, നിങ്ങൾ ഈ ഖുർആനിൽ ചിന്തിക്കാൻ പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ തന്നെ തെറ്റാണ്. ദൃഷ്ടാന്തങ്ങളായി അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇന്ന് നമുക്ക് നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അന്വേഷിച്ച് നമുക്ക് ബോധ്യപ്പെട്ട വസ്തുതകളുമായി പൊരുത്തപ്പെടാത്ത വിധം മണ്ടത്തരങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് എന്നതുകൊണ്ടാണ് നമ്മൾ ഈ മെസ്സേജിൻ്റെ ഉറവിടം
പ്രപഞ്ചാതീതമായ ഒരു ശക്തിയോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ യുക്തിക്കപ്പുറത്തുള്ളൊരു ശക്തിയോ ഒന്നുമല്ല എന്നും അത് ആരുടെ വായിലൂടെയാണോ പുറത്തേക്ക് വന്നത് ആ വായയുടെ ഉടമസ്ഥനായ മനുഷ്യൻ്റെ എല്ലാ പരിമിതികളും അതിലുണ്ട് എന്നും നമുക്ക് ബോധ്യപ്പെടുന്നത്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിശ്വാസം നമ്മളെ വിട്ടു പോകുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നും പറഞ്ഞ് വന്ന ഖുർആനിലെ ഒരു ദൃഷ്ടാന്തം തന്നെ ആ ദൃഷ്ടാന്തമായി പറയുന്ന കാര്യം തന്നെ ബ്ലണ്ടറാണ് എന്ന് നമ്മൾ തെളിയിച്ചു. ആ മണ്ടത്തരം വിശദീകരിച്ചതിന് വീണ്ടും ഒരു ന്യായീകരണവുമായിട്ട് ഒരാൾ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. എന്തായിരുന്നു മണ്ടത്തരം? മനുഷ്യൻ്റെ ബുദ്ധിയുടെയും ചിന്തയുടെയും വിചാരങ്ങളുടെയും പിന്നെ മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ്സിൻ്റെയും മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറയുന്ന അങ്ങനെ ഒരു സാധനമില്ല, അത് മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ്സിന് മറ്റൊരു എൻറ്റിറ്റിയായി കണക്കാക്കിയിരുന്ന പഴയകാലത്തെ മനുഷ്യരുടെ അന്ധവിശ്വാസമാണ്. ആ അന്ധവിശ്വാസമായ ആത്മാവും ഒക്കെ കുടികൊള്ളുന്നത് മനുഷ്യൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ഹൃദയത്തിലാണ് എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അവിടെ നമ്മൾ ഖുർആനിൽ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് ചിന്തിച്ചാൽ അത് ശരിയല്ല എന്ന കാര്യം ഇന്ന് ഏത് കൊച്ചുകുട്ടികൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു. ഹൃദയം മാറ്റിവെച്ച ആളുകൾക്ക് മനസ്സിലോ ഓർമ്മകളോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല എന്ന്. ഹൃദയം തന്നെ ഇല്ലാതെ കൃത്രിമ ഹൃദയം, യന്ത്രഹൃദയം വെച്ചുകൊണ്ട് പോലും മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു കാലത്താണ്. പന്നിയുടെ ഹൃദയം മനുഷ്യരിൽ മാറ്റിവെച്ചാലും മനുഷ്യന് ജീവിക്കാൻ പറ്റുമെന്ന് തെളിയിക്കപ്പെട്ടൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഹൃദയമല്ല മനുഷ്യൻ്റെ ബുദ്ധിയുടെയും ചിന്തയുടെയും ഓർമ്മയുടെയും കേന്ദ്രം എന്ന് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തലച്ചോറിലാണ് അതൊക്കെ നടക്കുന്നത് എന്നതിനും നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായ പകൽ വെളിച്ചം പോലെ വ്യക്തമായ തെളിവുകളുണ്ട്. നമ്മുടെ തലച്ചോറിനകത്ത് ഒരു ട്യൂമർ വന്നാൽ, നമ്മുടെ തലച്ചോറിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ, എന്തെങ്കിലും ക്ഷതം വന്നാൽ എന്തിനെയാണ് അത് ബാധിക്കുന്നത്? നമ്മുടെ മൊത്തം ബുദ്ധിയെ, നമ്മുടെ ചിന്തയെ, നമ്മുടെ വിചാരങ്ങളെ, നമ്മളുടെ കോൺഷ്യസ്നെസ്സിനെ ഒക്കെയാണ് തലച്ചോറിലെ ക്ഷതം ബാധിക്കുന്നത്, വേറെ ഒന്നിനെയല്ല. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. തലച്ചോറിന് പരിക്ക് പറ്റുന്നതോടുകൂടിയാണ് ഒരു മനുഷ്യൻ്റെ അതുവരെയുള്ള വ്യക്തിത്വം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നത്, അതുവരെയുള്ള അറിവ് നഷ്ടപ്പെട്ടു പോകുന്നു, ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നു, അയാളുടെ സ്വഭാവം തന്നെ മാറുന്നു. അയാൾ ഒന്നുകിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പെരുമാറുന്നു, അല്ലെങ്കിൽ ഭ്രാന്തനെ പോലെ പെരുമാറുന്നു, അല്ലെങ്കിൽ അയാൾ ബോധമില്ലാതെ കിടക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് തലച്ചോറുമായി ബന്ധപ്പെട്ടാണ്, തലച്ചോറിൽ ക്ഷതം വന്നിട്ടാണ്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് രാവിലെ ബൈക്കിൽ പോകുമ്പോൾ ഒരു പട്ടി വിലങ്ങനെ വീണ്, ബൈക്ക് തട്ടി വീണ് തലപൊട്ടി. അയാളുടെ മസ്തിഷ്കത്തിന് പരിക്ക് പറ്റി. അങ്ങനെ തലയോട് പിളർന്ന് ശസ്ത്രക്രിയയൊക്കെ ചെയ്ത് മുറിവൊക്കെ മാറി അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ അയാൾക്ക് അയാളുടെ തലച്ചോറിലുണ്ടായിരുന്ന ഡാറ്റ മുഴുവൻ നഷ്ടപ്പെട്ടു. ഒരു മാത്തമാറ്റിക്സ് അധ്യാപകനായിരുന്നു ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ. അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം കണക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് സ്വന്തം ഭാര്യയെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. കൊച്ചു കുട്ടികളെപ്പോലെ 2-1.5 വയസ്സായ കുട്ടികൾ പെരുമാറുന്നത് പോലെ പെരുമാറാൻ തുടങ്ങി. കാരണം അയാളുടെ വ്യക്തിത്വം തന്നെ നഷ്ടപ്പെട്ടു പോയി. കാരണം ബ്രെയിനിലാണ് ഇതിൻ്റെ എല്ലാം സാധനങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുള്ളത്. ബ്രെയിനിന് ക്ഷതം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഇതൊക്കെ നമുക്ക് അനുഭവമായിട്ട് മുന്നിലുള്ളപ്പോൾ മനുഷ്യൻ്റെ ചിന്തയുടെ കേന്ദ്രം ബ്രെയിനാണ് എന്ന് എവിടെയും പറയാതെ ഖുർആൻ നിറയെ മനുഷ്യൻ്റെ ചിന്തയുടെ കേന്ദ്രം ഹൃദയമാണ് എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ആ സുഹൃത്തിൻ്റെ കമൻറ്റ് ഞാൻ കാണിക്കാം. ആ കമൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് ഈ ചിന്തയും ബുദ്ധിയുമൊക്കെ എന്ന മതഗ്രന്ഥങ്ങളിലുള്ള മണ്ടത്തരത്തെ ന്യായീകരിക്കാൻ പറയാവുന്നതിൽ വെച്ച് സ്വീകാര്യമായിട്ടുള്ള ഒരു ന്യായീകരണമാണ് ഈ കമൻറ്റിലും എഴുതി വെച്ചിട്ടുള്ളത്. ഖുർആനിൽ ഉപയോഗിക്കുന്നത് സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് എന്നും, നമ്മൾ ദയാരഹിതം എന്ന് പറയുന്നതിന് പകരം ഹൃദയശൂന്യം എന്ന് പറയാറുണ്ട് എന്നും, അതുപോലെ നമ്മുടെ ഭാഷയിൽ ഒരുപാട് ഹൃദയം കടന്നു വരുന്നുണ്ടെന്നും, അതുകൊണ്ട് ആ സെൻസിലാണ് ഖുർആനിലും പറഞ്ഞിട്ടുള്ളത് എന്നുമാണ് ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ശരിയാണ്, നമ്മളുടെ ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഭാഷയിലും ഖുർആനിൽ ഉപയോഗിച്ച ഇതേ സാധനം ഉപയോഗിക്കുന്നുണ്ട്. ഹൃദയപൂർവം, ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുന്നു, ഹൃദയങ്ങൾ ചേർത്ത് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭാഷയിൽ മനസ്സ് എന്നതിനും സ്നേഹത്തിനും വൈകാരികതയ്ക്കുമൊക്കെ നമ്മൾ ഹൃദയം എന്നാണ് ഭാഷയിൽ പ്രയോഗിക്കുന്നത്. ഇത് ലോകത്തെല്ലാവരും ഭാഷയിൽ ഇത് പ്രയോഗിക്കുന്നു. എന്തുകൊണ്ടാണ് ഭാഷയിൽ ഇത് വന്നത്? ഈ ഭാഷയും സാഹിത്യവും ഒക്കെ രൂപപ്പെടുന്ന കാലത്ത് മനുഷ്യൻ്റെ പൊതുബോധം, മനുഷ്യൻ്റെ തെറ്റായ അറിവ് അതായിരുന്നു. ഹൃദയത്തിലാണ് മനുഷ്യൻ്റെ ചിന്തയുടെ കേന്ദ്രമെന്നും, മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ
സംവേദനക്ഷമത എന്ന് പറയുന്നത് ഒരു ആത്മാവ് എന്ന് പറയുന്ന വേറൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയുടെ സാന്നിധ്യം കൊണ്ടാണെന്നും ആ ആത്മാവ് കുടികൊള്ളുന്നത് ഹൃദയത്തിലാണ് എന്നും ബുദ്ധി കുടികൊള്ളുന്നതും ചിന്ത കുടികൊള്ളുന്നതും ചിന്ത രൂപപ്പെടുന്നതും ഒക്കെ ഹൃദയത്തിലാണ് എന്നുമായിരുന്നു ലോകത്തെല്ലായിടത്തും മനുഷ്യർ ഒരു കാലത്ത് വ്യാപകമായി വിശ്വസിച്ചിരുന്നത്. അതിന് കാരണം ആദ്യകാലത്തെ ചില ബുദ്ധിജീവികൾ, അറിവുള്ളവർ എന്ന് അന്നത്തെ സമൂഹം പൊതുവിൽ അംഗീകരിച്ചിരുന്ന ചില ആളുകൾ ഈ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. BC 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അരിസ്റ്റോട്ടിലാണ് ഒരുപാട് കാലം ലോകത്തെ വിജ്ഞാന മേഖലയിൽ മുടിചൂടാമന്നനായി വിലസിയ ആൾ. എത്രയോ നൂറ്റാണ്ടുകൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞ കാര്യങ്ങളെ വേദവാക്യമായി കരുതിയിരുന്നു ജനങ്ങളെല്ലാവരും. അതുകൊണ്ട് അരിസ്റ്റോട്ടിൽ പറഞ്ഞതിനെ ആരും ചോദ്യം ചെയ്തിരുന്നില്ല. ആ അരിസ്റ്റോട്ടിലാണ് ബുദ്ധിയുടെ കേന്ദ്രം ഹൃദയമാണ് എന്നും തലച്ചോറ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരം ചൂട് തണുപ്പിക്കാനുള്ള ഒരു റേഡിയേറ്റർ മാത്രമാണ് എന്നും സിദ്ധാന്തിച്ചത്. അപ്പോൾ തലച്ചോറ് റേഡിയേറ്റർ മാത്രമാണ് എന്നും ഹൃദയമാണ് ആത്മാവിൻ്റെയും ബുദ്ധിയുടെയും കേന്ദ്രമെന്നും അരിസ്റ്റോട്ടിലിയൻ സിദ്ധാന്തമാണ്. അതേസമയത്ത് അരിസ്റ്റോട്ടിലിനും മുമ്പ് ജീവിച്ചിരുന്ന പൈത്തഗോറസ് തലച്ചോറാണ് മനുഷ്യൻ്റെ ചിന്തയുടെ കേന്ദ്രം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ അഭിപ്രായത്തിന് ലോകത്ത് അത്രയധികം സ്വീകാര്യത കിട്ടിയില്ല. അരിസ്റ്റോട്ടിലിനാണ് സ്വീകാര്യത കിട്ടിയത്. അത് ലോകത്താകെ ഒരു വിശ്വാസമായി പടർന്നു പിടിച്ചു. അതിന് വേറെയും കാരണങ്ങളുണ്ട്. നമ്മുടെ ഒരു ഫീലിങ്സ്, നമുക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് തലയിലല്ല നമുക്കത് അനുഭവപ്പെടുക, നമ്മുടെ നെഞ്ചിലാണ് അനുഭവപ്പെടുക. കാരണം നമ്മുടെ ഫീലിങ്സിനനുസരിച്ച് നമ്മുടെ ഹാർട്ട് ബീറ്റിലാണ് വ്യത്യാസം വരിക. അപ്പോൾ അത് നെഞ്ചിൽ നിന്ന് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ തെറ്റിദ്ധരിച്ചതാണ് മനുഷ്യൻ്റെ ഫീലിങ്സും ചിന്തകളും ഒക്കെ നെഞ്ചിൻ്റെ ഉള്ളിലാണ്, ഹാർട്ടിലാണ് എന്നുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ കൃത്യമായ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ മനുഷ്യർ കണ്ടെത്തിയപ്പോഴാണ് ചിന്തയും ബുദ്ധിയും ഒക്കെ ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് കയറിയത്. അതുവരെ ലോകത്തെല്ലാ മനുഷ്യരും അങ്ങനെയാണ് ധരിച്ചു വെച്ചിരുന്നത്. എന്ന് മാത്രമല്ല, ഹൃദയത്തെക്കുറിച്ച് കൂടുതൽ പിന്നീട് പഠിക്കുകയും ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് അറിവ് നേടുകയും ചെയ്തപ്പോഴാണ് ഹൃദയത്തിന് ഈ ചിന്തയുമായിട്ടോ അല്ലെങ്കിൽ ബുദ്ധിയുമായിട്ടോ ഒന്നും അത്ര ബന്ധമില്ല എന്ന് മനസ്സിലായത്. ഹൃദയത്തിന് ശരീരത്തിലെ എല്ലാ അവയവങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ആ ബന്ധം പറഞ്ഞിട്ടാണ് ഇപ്പോൾ തലച്ചോറിലേക്ക് ഹൃദയം അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് തലച്ചോറൊക്കെ ഇറക്കിക്കൊണ്ടുവരുന്നത് വ്യാഖ്യാനിച്ചിട്ട്. ഹൃദയം മനുഷ്യൻ്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ജോലിയാണ് ചെയ്യുന്നത്. രക്തത്തിലൂടെ ഓക്സിജൻ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും തലച്ചോറിലേക്കും മറ്റ് അവയവങ്ങളിലേക്കും ഒക്കെ എത്തിച്ചു കൊടുക്കാനുള്ള പമ്പിങ് സ്റ്റേഷനാണ് ഹൃദയം. ആ ഹൃദയത്തിന് തലച്ചോറിലേക്കും രക്തം എത്തിക്കാനും ഓക്സിജൻ എത്തിക്കാനുമുള്ള ചുമതലയുണ്ട് എന്നുള്ളതല്ലാതെ ബുദ്ധിയുടെയോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജ്ഞാന സംവേദന മാർഗങ്ങളുടെയോ കേന്ദ്രം തലച്ചോറാണ്, ഹൃദയമല്ല. തലച്ചോറിൽ നിന്ന് വരുന്ന സ്പൈനൽ കോഡിൽ നിന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പടർന്നു പോകുന്ന നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന നാഡീവ്യൂഹവുമാണ് എല്ലാ ജീവികളുടെയും സംവേദനത്തിനുള്ള അവയവം എന്ന് പറയുന്നത്. ഇതൊക്കെ അടുത്ത കാലത്താണ് മനുഷ്യർ മനസ്സിലാക്കിയത്. ഒരു 16-ാം നൂറ്റാണ്ടിന് ഇപ്പുറത്താണ് ഇതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായ ശരിയായ അറിവുകൾ മനുഷ്യൻ നേടിയത്. അതുകൊണ്ടാണ് 6-ാം നൂറ്റാണ്ടിൽ അറേബ്യയിലും പരിസരത്തും ഒക്കെ മനുഷ്യർ ഹൃദയമാണ് മനുഷ്യൻ്റെ ബുദ്ധിയുടെ കേന്ദ്രമെന്ന് തെറ്റിദ്ധരിച്ചത്. നിങ്ങൾ ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും ഹിസ്റ്ററി ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ മതി. മുഴുവനൊന്നും വായിക്കേണ്ട, വളരെ ഉപരിപ്ലവമായിട്ട് അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ തന്നെ ഈ പറഞ്ഞത് ബോധ്യമാകും. എന്തുകൊണ്ടാണ് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മനുഷ്യൻ്റെ ചിന്തയുടെ കേന്ദ്രം ഹൃദയമാണ് എന്ന് തെറ്റിദ്ധരിച്ചത്. അതല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ബൈബിളിൻ്റെ കാലഘട്ടത്തിലും ഒക്കെ ഇത് തന്നെയായിരുന്നു മനുഷ്യൻ്റെ ധാരണ. അതനുസരിച്ച് തന്നെയാണ് കഥകളെല്ലാം പറഞ്ഞു പോയിട്ടുള്ളത്. The heart was considered the seat of consciousness, moral agency, cognition, wisdom, understanding, and of the emotions subject to the will, desire, love, friendship, etc. Emotional expression in Mesopotamian texts link a positive relationship between the heart and the occurrence of feeling of pride, desire, love, and notions of sexual arousal and shame. Aristotle promoted the cardiocentric hypothesis based on his experience with animal dissection. He found that certain primitive animals could move and feel without the brain, and so deduced that the brain was not responsible for movement or feeling. ചില ജീവികൾ, ബ്രെയിൻ ഇല്ലാത്ത ജീവികളെ പരിശോധിച്ചപ്പോൾ അതിനകത്തും അവയ്ക്കും ഫീലിങ്സും വേദനയൊക്കെ ഉള്ളതായിട്ട് കണ്ടെത്തി. അപ്പോൾ ബ്രെയിൻ അല്ല ഇതിൻ്റെ ഒന്നും കേന്ദ്രമെന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെയാണ് അരിസ്റ്റോട്ടിലൊക്കെ ഹാർട്ടിലേക്ക് മനുഷ്യൻ്റെ ആത്മാവിനെ കൊണ്ടേ ഫിറ്റ് ചെയ്തത്.
In ancient Egypt, people believed that the heart is the seat of the soul and the origin of the channels to all other parts of the body, including arteries, veins, nerves and tendons. അപ്പോൾ ഗ്രീസിലും ഈജിപ്തിലും ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലും എല്ലാ പ്രദേശങ്ങളിലും ആദിമകാലത്തെ ബുദ്ധിജീവികളും അന്നത്തെ വിജ്ഞാനികളും തത്വചിന്തകരും ഒക്കെ വിശ്വസിച്ചിരുന്നത് മനുഷ്യൻ്റെ ആത്മാവ് ഹൃദയത്തിലാണ് എന്ന് തന്നെയായിരുന്നു. ആ വിശ്വാസം വ്യാപകമായി ലോകത്ത് പ്രചാരത്തിൽ ഇരുന്നിരുന്നു. അതുകൊണ്ടാണ് ആ കാലഘട്ടങ്ങളിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള മനുഷ്യരുടെ ഭാഷയും സാഹിത്യവുമൊക്കെ ഈ ഹൃദയം 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 എന്ന് പ്രയോഗിക്കുന്നത്. മനുഷ്യർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. നൂറ്റാണ്ടുകളോളം മനുഷ്യർ ആ അബദ്ധത്തിൽ സഞ്ചരിച്ചു. ആ അബദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ ഭാഷ ഉണ്ടാക്കി. ആ ഭാഷ കടമെടുത്തിട്ട് നമുക്കറിയാത്ത കാര്യങ്ങൾ അഡീഷണൽ മെസ്സേജായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി ദൂത് കൊടുത്തയക്കുകയും പ്രവാചകന്മാരയക്കുകയും ചെയ്ത ദൈവം എന്തിനാണ് മനുഷ്യർ വിശ്വസിച്ചിരുന്ന ഈ അബദ്ധധാരണയെ അതുപോലെ എടുത്ത് പകർത്തിയത്? ഒന്നുകിൽ ദൈവം അതേക്കുറിച്ച് പറയാതിരിക്കണം, മിണ്ടാതിരിക്കണമായിരുന്നു. ഇനി ദൈവം ഇങ്ങനെ അനാറ്റമി പഠിപ്പിക്കാനും ശാസ്ത്രം പഠിപ്പിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന നിങ്ങളുടെ പുതിയ വാദം ശരിയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുക, മിണ്ടാതിരിക്കുക, മണ്ടത്തരം പറയാതിരിക്കുക എന്നുള്ള ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിക്കണമായിരുന്നു. അല്ലെങ്കിൽ ദൈവം മനുഷ്യരുടെ തെറ്റായ, ഈ ലോകം മുഴുവൻ വ്യാപകമായി മനുഷ്യർ നൂറ്റാണ്ടുകളെ വിശ്വസിച്ച് പോകുന്ന തെറ്റായ ഒരു അറിവിനെ ഈ അഡീഷണൽ മെസ്സേജ് കൊടുത്തയക്കുമ്പോൾ അത് തിരുത്തിക്കൊണ്ടൊരു വാചകമെങ്കിലും അതിനകത്ത് പറയണമായിരുന്നു. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ മനുഷ്യർ നിങ്ങൾ ഹൃദയം കൊണ്ടല്ല ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് തലച്ചോറ് എന്ന് പറയുന്ന വേറൊരു അവയവം ഞാൻ തലേൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്, നിങ്ങൾ അതുകൊണ്ടാണ് ചിന്തിക്കുന്നത്, ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരായത്ത് ഖുർആനിൽ ഉണ്ടാവണമായിരുന്നു. അതല്ലെങ്കിൽ ഏതെങ്കിലും വേദഗ്രന്ഥത്തിൽ പറയണമായിരുന്നു. അത് പറയാനുള്ള അറിവ് ഈ ദൈവങ്ങൾക്ക് ഇല്ലാതെ പോവുകയും പകരം മനുഷ്യർ നൂറ്റാണ്ടുകളോളം അന്ധവിശ്വാസമായി കൊണ്ടു നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ ഭാഷയിൽ പ്രയോഗിക്കുകയും ചെയ്തു വന്ന അതേ പ്രയോഗമെടുത്തിട്ട് ബുദ്ധിക്ക് പകരം മനസ്സിന് പകരം ഹാർട്ട് 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 എന്ന് പറയുകയാണ് ഖുർആൻ ചെയ്തത്. ഇനി ഈ സെൻസിലാണ് ഖുർആനിലെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വാദത്തിന് സമ്മതിച്ചാലും ഖുർആൻ അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഖുർആനിൽ 130-ലധികം തവണ ഹാർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹൃദയം, കൽബ് എന്ന് പറയുന്നുണ്ട്. അതിൽ പലയിടത്തും പറയുന്നത് ഫി സുദൂർ എന്നാണ്, നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ഹൃദയം എന്നാണ് പറയുന്നത്. നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ഹൃദയം എന്ന് പറയുക മാത്രമല്ല, ചിന്തിക്കാനുള്ള അവയവം ഹൃദയമാണ് എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന മെറ്റഫോറിക്കലായിട്ട് പറഞ്ഞു എന്നോ അല്ലെങ്കിൽ ഭാഷാപ്രയോഗം അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞു എന്നോ അല്ലെങ്കിൽ ആ സെൻസിൽ പറഞ്ഞു എന്നോ ഒന്നും കരുതാൻ പറ്റില്ല. ഖുർആനിൽ മനുഷ്യൻ്റെ ചിന്തിക്കാനുള്ള അവയവം തന്നെ ഹൃദയമാണ് എന്നും ആ ഹൃദയം നെഞ്ചിനുള്ളിലുള്ള ഒരു മാംസക്കഷണമാണ് എന്നും ഖുർആനിലും മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ വിശദീകരിച്ചും പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞത് ഇതാ കണ്ടോളൂ. ഖുർആനിലെ സൂറത്തുൽ ഹജ്ജ് എന്ന 22-ാം അധ്യായത്തിലെ 46-ാമത്തെ വാക്യമാണിത്. അഫലം യസീറു ഫിൽ അർളി ഫതകൂന ലഹും ഖുലൂബുൻ യഖിലൂന ബിഹാ ഔ ആദാനുൻ യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബ് അല്ലത്തി ഫിസ് സുദൂർ. ഇവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ എങ്കിൽ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ഹൃദയങ്ങളോ കേട്ട് മനസ്സിലാക്കാനുള്ള കാതുകളോ അവർക്കുണ്ടാകുമായിരുന്നു. തീർച്ചയായും കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത്, പക്ഷേ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ഹൃദയങ്ങളെയാണ് അന്ധത ബാധിക്കുന്നത്. അപ്പോൾ ചിന്തിക്കാനുള്ള അവയവം തന്നെ ഹൃദയമാണ് എന്നും കാണാനുള്ള അവയവം കണ്ണും കേൾക്കാനുള്ള അവയവം ചെവിയും ചിന്തിക്കാനുള്ള അവയവം ഹൃദയവുമാണ് എന്ന് ഈ ഖുർആനിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ദൃഷ്ടാന്തം പറയുകയാണ്. അഫലാ തഅഖിലൂൻ പറയുന്ന വേറൊരു രംഗമാണിത്. എന്താ ചിന്തിക്കാൻ പറയുന്നത്? എത്ര നാടുകൾ അവിടത്തുകാർ അക്രമത്തിൽ ഏർപ്പെട്ടിരിക്കെ നാം നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ അവയതാ മേൽപ്പുരകളോടെ വീണടിഞ്ഞു കിടക്കുന്നു. ഉപയോഗശൂന്യമായി തീർന്ന എത്ര കിണറുകൾ, പടുത്തുയർത്തിയ എത്ര കോട്ടകൾ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. ഇതേപോലത്തെ സംഭവങ്ങൾ പറഞ്ഞിട്ട് മനുഷ്യരോട് ചിന്തിക്കാൻ പറയുകയാണ് ഖുർആൻ. എന്താണ് പറയുന്നത്? ഭൂകമ്പമുണ്ടായ സ്ഥലങ്ങൾ, കൊടുങ്കാറ്റുണ്ടായ സ്ഥലങ്ങൾ, അതുപോലെ പ്രകൃതിയിൽ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ സംഭവിച്ച സ്ഥലങ്ങളുടെ അതിൻ്റെ ശേഷിപ്പുകളും അവശിഷ്ടങ്ങളും പലയിടത്തും ഇടിഞ്ഞു പൊടിഞ്ഞു കിടക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് എന്ത് ചിന്തിക്കണം? അതൊക്കെ അള്ളാഹു എന്ന ഒറ്റപ്പടച്ചോൻ വേറെ പടച്ചോന്മാരെ ആരാധിച്ചവരെ ശിക്ഷിച്ചതാണ് എന്നാണ് ഖുർആനിലെ കഥ. അവിടെ ചിന്തിച്ചാൽ മതി.
നമ്മുടെ ചിന്ത, നമ്മൾ എത്ര പരിമിതമാണ് നമ്മുടെ ചിന്താശേഷി എങ്കിൽ പോലും ഈ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ ഖുർആൻ എവിടുന്ന് വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും വിശദീകരിച്ചത്. പ്രകൃതിയിലെ ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അത് ദൈവത്തിൻ്റെ ശിക്ഷയാണോ? ആണെങ്കിൽ തന്നെ ഏത് കുറ്റം ചെയ്തതിനുള്ള ശിക്ഷയാണ്? ഏത് ദൈവം ഇറക്കിയ ശിക്ഷയാണ്? ഇതൊക്കെ പ്രശ്നമാണ്. അതിനൊക്കെ ദൃഷ്ടാന്തം ഇവിടെ കാണണ്ടേ? നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ലോകത്ത് നടന്ന ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളെ കാണാനും കേൾക്കാനും അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രകൃതി ദുരന്തത്തിലും ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും കണ്ടെത്താൻ കഴിയില്ല. കാരണം ലോകത്ത് എല്ലായിടത്തും ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എല്ലാ തരം ദൈവങ്ങളിൽ വിശ്വസിക്കുന്നിടത്തും ദൈവങ്ങളിൽ വിശ്വസിക്കാത്തിടത്തും ഒക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിൽ ദുരന്തം അനുഭവിക്കുന്നത് ദൈവത്തിൽ വിശ്വസിച്ചവരോ അല്ലെങ്കിൽ വിശ്വസിക്കാത്തവരോ, ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക ദൈവത്തിൽ വിശ്വസിച്ചവരോ വേറെ ദൈവങ്ങളിൽ വിശ്വസിച്ചവരോ എന്ന യാതൊരു വിവേചനവും പ്രകൃതി ദുരന്തങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഏഷ്യൻ സുനാമി, 3 ലക്ഷത്തോളം ആൾക്കാർ മരിച്ച സുനാമി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട ഒരു പ്രകൃതി ദുരന്തമായിരുന്നു. ആ സുനാമിയിൽ മുസ്ലിം പള്ളികൾ തകർന്ന് മുസ്ലിങ്ങൾ മരിച്ചിട്ടുണ്ട്, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ തകർന്ന് ഹിന്ദുക്കൾ മരിച്ചിട്ടുണ്ട്, ബുദ്ധമതക്കാരുടെ ക്ഷേത്രങ്ങൾ തകർന്ന് ബുദ്ധമതക്കാർ മരിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ മരിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം ആളുകളുടെയും ആരാധനാലയങ്ങൾ തകരുകയും എല്ലാ വിഭാഗത്തിലും പെട്ട 10,000-കണക്കിന് ആളുകൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിഷ്കളങ്കരായ കുട്ടികൾ മരിച്ചിട്ടുണ്ട്. ബുദ്ധിയും വിവേകമൊന്നും ഇല്ല എന്ന് നിങ്ങൾ പറയുന്ന കന്നുകാലികൾ മരിച്ചിട്ടുണ്ട്, മൃഗങ്ങൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ദൈവം ശിക്ഷിച്ചു എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്? ഏത് തെറ്റിനുള്ള ശിക്ഷയാണെന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്? അപ്പോൾ ഏത് ദൈവമാണ് ശിക്ഷിക്കുന്നത് എന്നോ എന്ത് തെറ്റിനാണ് ശിക്ഷിക്കുന്നത് എന്നോ ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ ഇങ്ങനെ ഒരു ശിക്ഷ ഇറക്കുക എന്ന് പറയുന്ന മണ്ടത്തരം ഒരു ദൈവം ചെയ്യുമോ? ഏതെങ്കിലും ദൈവം ചെയ്യുമോ? അപ്പോൾ ദൈവം അങ്ങനെ ശിക്ഷ ഇറക്കുകയാണെങ്കിൽ അത് ഇന്ന കുറ്റം ചെയ്തതിനാണ് ശിക്ഷ ഇറക്കുന്നത്, അതും ഇന്ന ദൈവമാണ് ശരിയെന്നും മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന തരത്തിലാവണ്ടേ ശിക്ഷ ഇറക്കുന്നത്? അങ്ങനെ ഒരു ശിക്ഷ ഇറക്കൽ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. പക്ഷേ പൂർവീകരുടെ കെട്ടുകഥകൾ പറയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ വിശ്വാസങ്ങളും അവരവരുടെ കഥകളും ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളെയൊക്കെ അതുമായി കൂട്ടിച്ചേർത്ത് കഥകൾ മെനഞ്ഞിട്ടുണ്ട്. ആ കഥകളാണ് നുള്ളിപ്പെറുക്കി കൊണ്ടുവന്നിട്ട് അള്ളാഹു എന്ന ദൈവത്തിൻ്റെ ശിക്ഷയായിട്ട് മുഹമ്മദ് അവതരിപ്പിച്ചത്. പക്ഷേ ആ കഥകൾ അവിടെ പ്രചരിപ്പിച്ചിരുന്ന കാലത്ത് പോലും അള്ളാഹുവിൻ്റെ ശിക്ഷയല്ല, അത് അവരുടെ പ്രാദേശികമായിട്ടുള്ള ദൈവങ്ങളുടെ ശിക്ഷയായിട്ടാണ് അവർ കണക്കാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ബൈബിളിൽ പറയുന്ന കഥ അനുസരിച്ച് അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവമേ അവിടെ ഇല്ല. അവിടെ യഹോവ എന്ന് പറയുന്ന അവരുടെ ദൈവമാണ് അവരെ എങ്ങനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ ശിക്ഷിച്ച കഥ ബൈബിളിലുണ്ട്. ആ കഥയെല്ലാം പെറുക്കി കൂട്ടിയിട്ട് അള്ളാഹുവിൻ്റെ പെരടിയിൽ വെച്ച് കെട്ടിയിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. എന്തിനാണ്? അള്ളാഹു അല്ലാത്ത പടച്ചവന്മാരെ ആരാധിച്ചതിന് ശിക്ഷിച്ചു എന്ന കഥയാണ് മുഹമ്മദ് പറഞ്ഞത്. ആ കഥയ്ക്ക് ലോകത്ത് ഏതെങ്കിലും കാലത്ത് ലോകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ദൃഷ്ടാന്തം ഉണ്ടാക്കിക്കൊണ്ട് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായത് നമുക്ക് കാണാൻ പറ്റും. അമേരിക്കയിൽ തീ കത്തിയപ്പോൾ പറഞ്ഞു അത് അമേരിക്കക്കെതിരായിട്ട് അള്ളാഹു ശിക്ഷിച്ചതാണെന്ന് പറഞ്ഞു. അതിനേക്കാളും വലിയ എത്രയോ ദുരന്തങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് അറബ് രാജ്യങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിലും ഉണ്ടായി. ഒന്നും വേണ്ട, ആ പലസ്തീനിൽ തന്നെ നോക്കൂ നിങ്ങൾ. പലസ്തീനിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ അക്രമത്തിന് ഇരകളായി 10,60,000-ഓളം മനുഷ്യർ മരിച്ചു കഴിഞ്ഞു, 10,000-കണക്കിന് കുട്ടികൾ മരിച്ചു കഴിഞ്ഞു, വീടും കൂടിയെല്ലാം നഷ്ടപ്പെട്ടവർ അവിടെ അഭയാർത്ഥികളായിട്ട് കടപ്പുറത്തും മരുഭൂമിയിലും പോയിട്ട് താമസിക്കുകയാണ്. അങ്ങനെ അഭയാർത്ഥികളായി 10,000-കണക്കിന് പലസ്തീനികൾ ടെൻറ്റ് കെട്ടി പാർക്കുന്ന കടൽ തീരത്ത് കൊടുങ്കാറ്റടിച്ച് വെള്ളം കയറി. എന്നിട്ട് ആ പാവങ്ങളുടെ ടെൻറ്റും ഭക്ഷണവും എല്ലാം പറന്നുപോയി. ഒരുപാട് കുട്ടികൾ മരിച്ച് തണുപ്പിൽ മരവിച്ച് അവർ ഒരുപാട് ദുരിതം അനുഭവിച്ചു. എപ്പോൾ? ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അഭയാർത്ഥികളായിട്ട് ടെൻറ്റ് കെട്ടി താമസിക്കുന്നിടത്ത് കൊടുങ്കാറ്റടിച്ചു. അപ്പോൾ അള്ളാഹു ആ ഇസ്രായേലിൽ കൊണ്ടേ അടിക്കേണ്ടതിന് പകരം ഈ പാവങ്ങളെ നേരെയാണ് പിന്നെ അടിക്കുന്നത്. അപ്പോൾ ഇസ്രായേലുകാരുടെ ദൈവമായ യഹോവയാണ് ശരിയെന്നും ആ യഹോവ ഈ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിനും മുസ്ലിങ്ങളായതിനും ഇവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് എന്നും ഒരു ജൂതന് വ്യാഖ്യാനിച്ചുകൂടെ? ജൂതന്മാരങ്ങനെ വ്യാഖ്യാനിക്കാൻ നടക്കില്ല. നിങ്ങൾ മുസ്ലിങ്ങളാണ് ഇത്തരം വൃത്തികെട്ട വ്യാഖ്യാനങ്ങളുമായിട്ടൊക്കെ പരിഹാസ്യരാവാൻ പലപ്പോഴും പോകുന്നത്. മറ്റു ദൈവങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിച്ചുകൂടെ? ഇപ്പോൾ പാകിസ്ഥാനിൽ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൊടുങ്കാറ്റുണ്ടായിട്ടുണ്ട്. ബംഗ്ലാദേശിൽ എല്ലാ കൊല്ലവും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കം ഉണ്ടായി ഒരുപാട് ആൾക്കാർ ദുരിതം അനുഭവിക്കാറുണ്ട്. അതൊക്കെ ഹിന്ദു ദൈവങ്ങളെ ഉപദ്രവിച്ചതുകൊണ്ട് ഹിന്ദു ദൈവങ്ങൾ അവിടെ ഉണ്ടാക്കുന്നതാണ് എന്ന് ഇവിടെ ഹിന്ദുക്കൾ ആരെങ്കിലും പറയാറുണ്ടോ? ബംഗ്ലാദേശിൻ്റെ ഭൂമിശാസ്ത്രം അനുസരിച്ച് അവിടെ വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നതുകൊണ്ടാണ് അവിടെ വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും ഉണ്ടാവുന്നത്. അല്ലാതെ അവിടെ മുസ്ലിങ്ങളെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ ഹിന്ദുക്കളെ ശിക്ഷിക്കാനോ മറ്റവരുടെ പഠിച്ചവൻ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നതല്ല. ലോകത്തെവിടെ ഒരു പ്രകൃതി ദുരന്തവും ഒരു ദൈവത്തിൻ്റെയും സാന്നിധ്യത്തിന് തെളിവല്ല.
ഒരു ദൈവത്തിൻ്റെയും ശിക്ഷയാണ് എന്നതിന് തെളിവല്ല. ഏതെങ്കിലും ഒരു മതം ശരിയാണെന്നതിനോ ഏതെങ്കിലും ഒരു ദൈവം ശരിയാണ് എന്നതിനോ ഏതെങ്കിലും ദൈവങ്ങൾ തെറ്റാണ് എന്നതിനൊന്നും പ്രകൃതി ദുരന്തങ്ങളിൽ ഒരു ദൃഷ്ടാന്തവും നമ്മളാരും കണ്ടിട്ടില്ല, ചരിത്രത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല. പക്ഷേ പൂർവികർ എഴുതിയുണ്ടാക്കിയ കെട്ടുകഥകളിലുണ്ട്. ഈ കെട്ടുകഥകൾ സത്യമാണ് എന്ന് വിശ്വസിക്കാൻ ഇതൊക്കെ ദൃഷ്ടാന്തമാണ് നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഉള്ള ചിന്താശേഷി ഉണ്ടല്ലോ, പരിമിതപ്പെടുത്തിയ ചിന്താശേഷി, ആ ചിന്താശേഷിയുടെ ഒരു 100% ഉപയോഗിച്ചാൽ തന്നെ ഇത് മണ്ടത്തരമാണ് എന്ന് ബോധ്യമാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ഇതിനെ തള്ളിക്കളയേണ്ടി വന്നത്. അപ്പോൾ ചിന്തിക്കണം, പക്ഷേ ചിന്തിക്കേണ്ടത് എങ്ങനെ? മദീനി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. പരലോകത്ത് ആ ശേഷികൾ വിനിയോഗിക്കപ്പെടാത്ത ആളുകൾ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യം ഖുർആൻ മനുഷ്യരാശിയെ ഉത്ബോധിപ്പിക്കുകയും അവരുടെ ചിന്തയും ബുദ്ധിയും ശരിയായ വിധത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് വ്യക്തമായ അറിവില്ലാത്ത ഒന്നിന്റെയും പിന്നാലെ നീ പോകരുത്. ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്നതിന്റെ പേരിൽ കണ്ണും പൂട്ടി അതിന്റെ പിന്നാലെ പോകുന്ന രീതി ഒരിക്കലും ശരിയല്ല എന്ന് മനുഷ്യരാശിയോട് ഉറക്കെ പറയുകയാണ് ഖുർആൻ. ഈ പറഞ്ഞത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ് നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ഈ ഖുർആനെ തന്നെ തള്ളിക്കളഞ്ഞു. ഖുർആനിൽ പറഞ്ഞ കാര്യത്തിൽ സ്വീകരിക്കാവുന്നത് നമുക്ക് സ്വീകരിക്കാം. ഈ പറഞ്ഞത് സ്വീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നതുകൊണ്ട് തീരെ ചിന്തിക്കാതെ അതിൻ്റെ പിന്നാലെ ഓടിപ്പോകരുത് എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതാദ്യം പ്രാവർത്തികമാക്കേണ്ടത് ഈ ഖുർആന്റെ പിന്നാലെ പോകുന്ന ആളുകളാണ്. കാരണം ഈ ഖുർആൻ ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ് എന്നും പറഞ്ഞുകൊണ്ട് വന്ന ആളുകൾ അതിന് യാതൊരു തെളിവും അന്ന് കൊടുത്തിട്ടില്ല, പിന്നെയും കൊടുത്തിട്ടില്ല. എന്നാൽ ഇന്ന് നമ്മുടെ മുമ്പിൽ ഈ ഖുർആൻ വായിച്ചു നോക്കിയാൽ തന്നെ അതിനകത്ത് ഇത് ദൈവത്തിൻ്റെ പുസ്തകമല്ല എന്നതിന് 100 കണക്കിന് തെളിവുകൾ ഉണ്ടായിരിക്കെ പിന്നെ നമ്മൾ ഈ ഖുർആനും കൊണ്ടുപോകേണ്ട കാര്യമെന്ത്? അവിടെ നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇത് വിശ്വസിക്കുന്നത്. കാരണം ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവിനെ മരവിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ കൊച്ചു കുട്ടികളായിരുന്നപ്പോൾ നമ്മുടെ കുരുന്ന് തലച്ചോറിലേക്ക് വിഷം പോലെ അടിച്ചു കയറ്റിയതാണ്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല എന്നും അതിൽ പറഞ്ഞതാണ് സത്യമെന്നും അത് വിശ്വസിച്ച് ജീവിക്കുകയാണ് വേണ്ടത് എന്നും നമ്മളെ കുരുന്നു തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട അന്ധവിശ്വാസമാണ്. എന്നാൽ നമ്മൾ ഇത് വിശ്വസിക്കുന്നതിന് മുമ്പ് ഇത് ശരിയാണോ എന്ന് പരിശോധിക്കാനും ഇതിൻ്റെ തന്നെ സത്യാവസ്ഥ എന്ത് എന്ന് അന്വേഷിക്കാനുമുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ അതിനുള്ള പ്രായവും പക്വതയും ഒക്കെ ആയതിനു ശേഷമാണ് നമ്മളെയും നമ്മുടെ കുട്ടികളെയും ഇത് പഠിപ്പിക്കുന്നത് എങ്കിൽ ഒരു കുട്ടിയും ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇത് വേണമെങ്കിൽ പരീക്ഷണ വിധേയമാക്കാം. നിങ്ങൾ ഈ മതത്തിൻ്റെ ആളുകൾ കുറച്ചു കാലത്തേക്ക് ഒരു പരീക്ഷണം എന്ന നിലക്ക് ഒരു തീരുമാനം എടുക്കുക. കുട്ടികളെ ഈ മതം പഠിപ്പിക്കരുത്. വീട്ടിൽ നിന്നായാലും മദ്രസയിൽ നിന്നായാലും മറ്റു സ്ഥലങ്ങളിൽ നിന്നായാലും കുട്ടികളാരെയും ഈ മതമൊന്നും പഠിപ്പിക്കരുത്. പകരം അവർക്കൊരു 10-18 വയസ്സായതിനു ശേഷം എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിക്കാൻ ആവശ്യമായ സൗകര്യം ലൈബ്രറി അവർക്ക് ഒരുക്കി കൊടുക്കുക. എന്നിട്ട് അവരോട് പറയാം, ഇതിൽ കുറേ മതങ്ങളുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പഠിച്ചിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് സ്വീകരിച്ചോളൂ എന്ന ഒരു നിലപാട് നിങ്ങളുടെ കുട്ടികളോട് സ്വീകരിക്കാൻ തയ്യാറാണോ? മതവിശ്വാസികളെ, എല്ലാ വിശ്വാസികളോടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എത്ര കുട്ടികൾ മതം തിരഞ്ഞെടുക്കും? എത്ര കുട്ടികൾ മതം വിശ്വസിക്കും? ആ വിശ്വസിക്കുന്ന മതങ്ങളിൽ നിന്ന് എത്ര പേര് ഇസ്ലാം സ്വീകരിക്കും? എത്ര പേര് ക്രിസ്തു മതം സ്വീകരിക്കും? എത്ര പേര് ഹിന്ദു മതം എടുക്കും? എത്ര പേര് ഇതൊന്നുമല്ലാത്ത മതം എടുക്കും എന്നുള്ളത് ഒരു പരീക്ഷണം നടത്തി നോക്കുക. നിങ്ങൾ ഒരു 25 കൊല്ലത്തേക്ക് നിങ്ങളെ മദ്രസയും പള്ളിയൊക്കെ പൂട്ടിയിട്ടിട്ട് നിങ്ങളെ കുട്ടികളെ മതം പഠിപ്പിക്കാതെ ഒന്ന് ജീവിക്കാൻ അനുവദിച്ചു നോക്കൂ. ഞാൻ ആ പരീക്ഷണം നടത്തിയ ആളാണ്. ഞാൻ 2 കുട്ടികളെ വളർത്തിയ ആളാണ്. മതം പഠിപ്പിക്കാതെ, മതപരമായ ഒരു ആചാരങ്ങളും ഇല്ലാതെ 2 മക്കളെ വളർത്തിയ ആളാണ് ഞാൻ. ആ മക്കൾ ഇന്ന് അവരുടെ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. 40 വയസ്സിന് മേൽ പ്രായമുണ്ട് എൻ്റെ 2 മക്കൾക്ക്. എൻ്റെ കുട്ടികൾ ചെറിയ കുട്ടികളായിരുന്നെന്ന് എൻ്റെ ഉമ്മയ്ക്ക് എങ്ങനെ ഇടക്കിടക്ക് പറയുമായിരുന്നു, എൻ്റെ കുട്ടികൾ ഗുണം പിടിക്കില്ല. കാരണം എന്താണ്? എൻ്റെ കുട്ടികൾ മദ്രസയിൽ പോകാത്തതുകൊണ്ട്, സുന്നത്ത് ചെയ്യാത്തതുകൊണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല എന്ന് മാത്രമല്ല, എൻ്റെ കുട്ടികൾ എല്ലാ അർത്ഥത്തിലും ഈ മതവിശ്വാസികളായ കുട്ടികളെക്കാൾ നല്ല കുട്ടികളായിട്ടാണ് വളർന്നു വന്നിട്ടുള്ളതും ഇന്നും ജീവിക്കുന്നതും അങ്ങനെയാണ്. ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ പറ്റും. അപ്പോൾ മതം ഇല്ലാതെ വളരുന്ന കുട്ടികൾ എന്താവുന്ന നിങ്ങൾ പറയുന്നത്? ഇന്ന് വരെയല്ല എൻ്റെ അനുഭവം അറിവും വെച്ച് നല്ല മനുഷ്യരായിട്ട് എൻ്റെ കുട്ടികൾ ജീവിക്കുന്നുണ്ട്. അവരവരുടെ കുട്ടികളെ വളർത്തുന്നുണ്ട്. അത് ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക്, ഒരു സാഹസികമായ പരീക്ഷണം എന്നുള്ള നിലക്ക്, ഒരു വെല്ലുവിളി എന്നുള്ള നിലക്ക് തന്നെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്ത ഒരു കാര്യമാണ്. ഒരു കുടുംബം തന്നെ മതമില്ലാതെ ഒരു കുടുംബം തന്നെ സ്ഥാപിക്കുകയും അങ്ങനെ ഒരു കുടുംബത്തിൽ വളരുന്ന കുട്ടികൾ ചീത്തയായി പോകുമോ എന്ന് നമ്മൾ പരീക്ഷിക്കുകയും ചെയ്തതാണ്. ആ പരീക്ഷണത്തിൽ 100% നമ്മൾ വിജയിച്ച് നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സാധനം, ഖുർആൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന ഈ ഒരു കാര്യം
സ്വന്തം കാര്യത്തിൽ ഈ ഖുർആൻ്റെ കാര്യത്തിൽ തന്നെ ഒരു 10% ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ ഖുർആൻ എടുത്ത് തോട്ടിലെറിയാൻ പിന്നെ അധികം സമയം വേണ്ടി വരില്ല. കാരണം ഇതിൽ പറയുന്ന ദൃഷ്ടാന്തങ്ങളൊക്കെ ആ ജാതിയാണ്. പരലോകത്ത് ചോദ്യം ചെയ്യുമെന്നാണ് പറയുന്നത്. പരലോകത്ത് എന്ത് ചോദ്യം ചെയ്യാനാണ്? ഞാൻ നിങ്ങൾക്ക് ഹൃദയം തന്നിട്ട് നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിച്ചില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പഠിച്ചവനോട് ആ പഠിച്ചവനെ നമുക്ക് ഒരു 10 മിനിറ്റ് ക്ലാസ് എടുത്ത് കൊടുക്കാം, എന്നിട്ട് അനാറ്റമി എന്ന് പഠിപ്പിച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ പഠിച്ചോ നാണം കെട്ട് അവിടെ നിന്ന് ഓടും. പഠിച്ചോൻ ഇറക്കിയ കിതാബിലെ മണ്ടത്തരങ്ങൾ ഓർത്തിട്ട് നാണം കെട്ട് പഠിച്ചോൻ ഓടും പരലോകത്ത് ചെല്ലുമ്പോൾ. അതാണ് ഉണ്ടാവുക. മനുഷ്യന്റെ അനാട്ടമിയെക്കുറിച്ച് മനുഷ്യൻ പ്രാഥമികമായി അറിയേണ്ട കാര്യങ്ങളാണതൊക്കെ. മനുഷ്യന് അറിയേണ്ടാത്ത കാര്യങ്ങളൊന്നുമല്ല, അപ്രസക്തമായ കാര്യങ്ങളൊന്നുമല്ല. എങ്ങനെ മൂത്രമൊഴിക്കണം, എങ്ങനെ തുപ്പണം, എങ്ങനെ തലയിൽ കെട്ടണം, മൂത്രമൊഴിച്ചാൽ എത്ര കല്ലുകൊണ്ട് ശുചിയാക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന മതത്തിൽ ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നത് 135 തവണ ആവർത്തിച്ച ഖുർആനിൽ തലച്ചോറ് എന്ന ഒരു വാക്ക് എവിടെ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നവർക്ക് അത് നല്ല ദൃഷ്ടാന്തം തന്നെയാണ്. കാരണം തലച്ചോറ് കൊണ്ടാണ് മനുഷ്യൻ ചിന്തിക്കുന്നത് എന്ന അറിവ് ഈ ഖുർആൻ അവതരിപ്പിച്ച ആൾക്കുണ്ടായിരുന്നില്ല. ആ ആൾ ദൈവമാണോ മനുഷ്യനാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാലോചിച്ചാൽ മതി. നിങ്ങൾ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവും ആരാണ് ഈ പുസ്തകം ഇറക്കിയതെന്നുള്ളത്. അനാട്ടമി പഠിപ്പിക്കാനല്ല ഖുർആൻ അവതരിപ്പിച്ചത് എന്ന അബ്ദുള്ള ബാസിലിന്റെ വാദം അംഗീകരിക്കുകയാണെങ്കിൽ അനാട്ടമി പഠിപ്പിക്കുന്നുണ്ടല്ലോ ഖുർആനിൽ, തെറ്റായ അനാട്ടമി പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതെന്തിനാ? മണ്ടത്തരം എന്തിനാ പഠിപ്പിക്കുന്നത്? ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്ന് എന്തിനാണ് പറഞ്ഞത്? തലച്ചോറിന്റെ കാര്യം പറയാതിരുന്നത് അനാട്ടമി പഠിപ്പിക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണെങ്കിൽ ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഞാൻ വായിച്ച 22-ലെ 46-ാം വാക്യത്തിൽ പറയുന്ന നിങ്ങൾ കാതുകൊണ്ടാണ് കേൾക്കുന്നത്, കണ്ണുകൊണ്ടാണ് കാണുന്നത്, നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്ന് മണ്ടത്തരം എന്തിനാണ് പറഞ്ഞത്? അത് വിശദീകരിക്കുന്ന ഹദീസുണ്ട്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. എന്താ ഹദീസ് പറയുന്നത്? ഇൻ ദ ബോഡി ദർ ഇസ് എ പീസ് ഓഫ് ഫ്ലഷ് ആൻഡ് ദ ഹോൾ ബോഡി ഈസ് സൗണ്ട് ഇഫ് ഇറ്റ് ഈസ് സൗണ്ട്, ബട്ട് ദ ഹോൾ ബോഡി ഈസ് കറപ്റ്റ് ഇഫ് ഇറ്റ് ഈസ് കറപ്റ്റ്, ഇറ്റ് ഈസ് ദ ഹാർട്ട്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസക്കഷ്ണമുണ്ട്. ആ മാംസക്കഷ്ണം നന്നായാൽ നിങ്ങൾ മൊത്തം നന്നായി. ആ മാംസകഷ്ണം കേടായാൽ നിങ്ങൾ മൊത്തം കേടായി. ആ മാംസകഷ്ണത്തിൻ്റെ പേരാണ് ഹൃദയം എന്ന് മുത്തുനബി പഠിപ്പിച്ച ഹദീസാണത്. അല്ലറ ചില്ലറ ഹദീസല്ല, മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ആധികാരികതയുടെ ഏറ്റവും ടോപ്പ് റാങ്കിൽ നിൽക്കുന്ന ഹദീസ്. അപ്പോൾ ഒരു മാംസകഷ്ണം, നെഞ്ചിൻ്റെ ഉള്ളിലെ മാംസകഷ്ണം ഹൃദയം, അതാണ് മനുഷ്യൻ്റെ നന്മയും തിന്മയും മനുഷ്യൻ്റെ ചിന്തയും ബുദ്ധിയും വിശ്വാസവും അവിശ്വാസവും ഒക്കെ പേറുന്ന അവയവം എന്ന് തന്നെയാണ് മുഹമ്മദ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദിൻ്റെ അള്ളാഹു ഈ മണ്ടത്തരം പറഞ്ഞത്. മണ്ടത്തരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മനുഷ്യ ശരീരത്തിൻ്റെ അനാട്ടമി ഈ ഖുർആൻ ഇറക്കിയ ദൈവത്തിന് അറിയില്ല എന്നതിന് ഇതിനേക്കാളും വലിയ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് ഖുർആനിൽ. മുതുകിൽ നിന്ന് ശുക്ലം പുറപ്പെടുന്നു എന്നും ആ ശുക്ലം 40 ദിവസം കട്ട പിടിച്ച് ഗർഭപാത്രത്തിൽ കിടക്കും, പിന്നെ ചോരക്കട്ടായി 40 ദിവസം കിടക്കും, പിന്നെ ഇറച്ചിക്കട്ടായിട്ട് 40 ദിവസം കിടക്കും എന്ന് പറയുന്ന മണ്ടത്തരങ്ങളുടെ ഒരു മാല തന്നെ ഖുർആനിൽ. എന്നിട്ട് അതാണ് ഇവിടെ എംബ്രിയോളജി എന്ന് പറഞ്ഞിട്ട് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. മുതുകിൽ നിന്നാണ് ശുക്ലം പുറപ്പെടുന്നത്. ഇതെവിടുന്നാണ് കിട്ടിയത്? ഇതിൻ്റെയൊക്കെ ഉറവിടം തേടി നമ്മൾ പോയ ചരിത്രത്തിൽ പോയാൽ കിട്ടും. മുഹമ്മദിൻ്റെയൊക്കെ എത്രയോ കാലം മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യർ വിശ്വസിച്ചിരുന്ന കാര്യമാണത്. മുതുകിലാണ് മനുഷ്യൻ്റെ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അവിടെ നിന്നാണ് ഈ ബീജവും ശുക്ലവും ഒക്കെ പുറത്തേക്ക് വരുന്നത് എന്നത് ആ കാലത്തെ തെറ്റായ അറിവാണ്. ആ അറിവ് കൊണ്ടേറ്റ് ഖുർആനിൽ പകർത്തി വെച്ചിരിക്കുകയാണ്. അള്ളാഹു എന്ന സർവ്വജ്ഞാനിയായ പടച്ചോൻ അനാട്ടമി അറിയുമായിരുന്നെങ്കിൽ ഈ മണ്ടത്തരം അവിടെ എഴുതി വെക്കുമോ? എവിടുന്നാണ്? ഈ ശുക്ലം കൊണ്ടാണോ കുട്ടി ഉണ്ടാകുന്നത്? ശുക്ലം പുറപ്പെടുന്നത് മുതുകിൽ നിന്നാണോ? ശുക്ലം ഉണ്ടാകുന്ന ശുക്ലഗ്രന്ഥി പോലും ഖുർആനിൽ പറയുന്ന സുൽബിൻ്റെയും തറായിബിൻ്റെയും ഇടയിലല്ല. സുൽബും തറായിബുമായിട്ടൊന്നും ഒരു ബന്ധമില്ല അതിന്. അതെല്ലാം താഴെ കിടക്കുന്ന സാധനങ്ങളാണ്. ബീജം ഉൽപ്പാദിപ്പിക്കുന്ന കാട്ടെ നമ്മുടെ ശരീരത്തിന് പുറത്ത് തൂങ്ങിക്കിടക്കുന്ന വൃഷണങ്ങൾ എന്ന് പറയുന്ന ടെസ്റ്റിക്കിൾസ് എന്ന് പറയുന്ന അവയവങ്ങളിലാണ് ബീജം ഉണ്ടാക്കുന്നത്. ആ ബീജമാണ് കുട്ടിയാവാൻ പോകുന്നത്. ആ ബീജത്തെ വഹിച്ചുകൊണ്ട് പോകാനുള്ള ഒരു വാഹക ലിക്വിഡ് മാത്രമാണ് ശുക്ലം എന്ന് പറയുന്നത്. ആ ശുക്ലത്തിലുള്ള ബീജമാണ് കുട്ടിയാവുന്നതിൻ്റെ ഒരു ഘടകം. അതുകൊണ്ട് മാത്രം കുട്ടി ഉണ്ടാവില്ല. പെണ്ണിൻ്റെ ഓവറിയിൽ നിന്ന്, അണ്ടാശയത്തിൽ നിന്ന് വരുന്ന അണ്ടവും ഈ ബീജവും കൂടി ചേരുമ്പോൾ മാത്രമാണ് കുട്ടി ഉണ്ടാവുക. ഇത് വല്ലതും അള്ളാഹ്ക്ക് അറിയായിരുന്നു? ഇത് വല്ലതും റസൂലിന് അറിയായിരുന്നു? അള്ളാഹ് റസൂൽ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ മണ്ടത്തരങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിലെ അനാട്ടമിയെക്കുറിച്ച് പോലും മണ്ടത്തരങ്ങൾ എഴുതി വെച്ചിട്ട് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ശാസ്ത്രം ഇനി കണ്ടെത്തുമെന്ന് മിഡിത്തം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ ഇതിനൊന്നും ഒരു മറുപടി പോലും പറയാൻ കഴിയില്ല. വാസക്ടമി ഓപ്പറേഷൻ ചെയ്താൽ കുട്ടികളുണ്ടാവില്ല. നിങ്ങൾക്കറിയോ? ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വാസക്ടമി ഓപ്പറേഷൻ മുതുകിലല്ല ചെയ്യുന്നത്. അത് പുറത്ത് തൂങ്ങിക്കിടക്കുന്ന വൃഷണസഞ്ചി കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന വൃഷണത്തിൽ നിന്ന് പോകുന്ന 2 കുഴലുകൾ കട്ട് ചെയ്തിട്ടാണ് വാസക്ടമി ഓപ്പറേഷൻ ചെയ്യുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബീജം
ശുക്ലത്തേക്ക് എത്തൂല, പിന്നെ കുട്ടികളുണ്ടാവില്ല. എത്രയോ ആൾക്കാർ വാസക്ടമി ചെയ്തിട്ട് ഇവിടെ കുട്ടികളില്ലാതെ ആക്കിയിട്ടുണ്ട്. അതുപോലെ ബീജം പുറപ്പെടുന്നത് മുതുകിൽ നിന്നല്ല എന്നതിൻ്റെ തെളിവ് ഇത് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമല്ലേ. ഹൃദയം മാറ്റിവെച്ച മനുഷ്യരിവിടെ ജീവിക്കുന്നു. പന്നിയുടെ ഹൃദയം കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കൃത്രിമ ഹൃദയം കൊണ്ട് ജീവിക്കാൻ പറ്റും, പക്ഷെ തലച്ചോറ് മാറ്റിവെക്കാൻ പറ്റില്ല. തലച്ചോറ് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരീരം മാറ്റിവെക്കുക എന്നാണ്. കാരണം അങ്ങനെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ശരീരത്തിൻ്റെ ഉടമസ്ഥനല്ല ജീവിക്കുന്നത്, തലച്ചോറിൻ്റെ ഉടമസ്ഥൻ മാത്രമാണ്. ഒരു വ്യക്തി, ഞാൻ എന്ന് പറയുന്നത് ഈ കഴുത്തിന് മുകളിലുള്ള സാധനം മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ വേറെ ആർക്കും വേണമെങ്കിലും മാറ്റിവെക്കാം. പക്ഷെ തലച്ചോറാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം. കാരണം തലച്ചോറിലാണ് ആ വ്യക്തിയുടെ അറിവും ബോധവും കോൺഷ്യസ്നെസ്സും എല്ലാം കിടക്കുന്നത് തലച്ചോറിലാണ്. ഇതൊക്കെ നമുക്കിന്ന് പകൽ വെളിച്ചം പോലെ ബോധ്യമായ അറിവായിരിക്കെ അള്ളാൻ്റെ കിതാബിൽ ഹൃദയം കൊണ്ടാണ്, നെഞ്ചിൻ്റെ ഉള്ളിലുള്ള മാംസക്കഷ്ണം കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്ന മണ്ടത്തരവും മുതുകിൽ നിന്നാണ് ശുക്ലം പുറപ്പെടുന്നത് എന്ന മരമണ്ടത്തരവും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ പരിമിതമായ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ ഈ അള്ളാഹു കാറ്റാണ് എന്നും ഈ ഖുർആൻ മനുഷ്യനിർമ്മിതമാണ് എന്നും ബോധ്യപ്പെടും. അപ്പോൾ പരലോകത്തേക്ക് ചെന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല എന്നൊന്നും ചോദിക്കാൻ ഈ അള്ളാഹു വരില്ല. അള്ളാഹു ഈ ചോദ്യമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ 3-ാം ക്ലാസ്സിലെ കുട്ടികൾ വരെ അള്ളാഹുവിനെ അവിടുന്ന് നാണം കെടുത്തും. എന്തിനാണ് ഞങ്ങളോട് ഈ മണ്ടത്തരങ്ങൾ പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ അള്ളാഹു നാണം കെട്ട് ഓടേണ്ടി വരും അവിടുന്ന്. ഇതാണ് ഖുർആൻ്റെ അവസ്ഥ. അപ്പോൾ മനുഷ്യനോട് ചിന്തിക്കാൻ പറഞ്ഞു, ചിന്തിക്കാത്തതിനും മനുഷ്യനോട് പരലോകത്ത് എന്നിട്ട് ചീത്ത വിളിക്കും, പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് ശിക്ഷ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ആദ്യം പ്രയോഗിക്കേണ്ടത് നമ്മളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഈ വിശ്വാസങ്ങളും കഥകളും ശരിയാണോ എന്ന പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ പരിശോധനയ്ക്ക് തയ്യാറായി കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം മണ്ടത്തരമാണെന്നും ഇതൊക്കെ മനുഷ്യരുടെ വിവരക്കേടുകളാണ് എന്നും ബോധ്യപ്പെടും. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കേൾവിശക്തി, അതേപോലെ തന്നെ കാഴ്ചശേഷി, ചിന്താശേഷി, ഇവയെല്ലാം അവയെക്കുറിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെടും എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അപ്പോ ഖുർആനിന്റെ അനുയായിക്ക് പഠിക്കാതെ, ചിന്തിക്കാതെ, മനനം നടത്താതെ അന്ധമായി ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പിന്നാലെ പോകുവാൻ സാധിക്കുകയില്ല എന്നത് നാം തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഖുർആന്റെ അനുയായിക്ക് അങ്ങനെ ചെയ്യാൻ ഖുർആൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഖുർആൻ ചിന്തിക്കാൻ പറയുന്നുണ്ട്, മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള ബുദ്ധിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതേ ഖുർആൻ തന്നെ മനുഷ്യൻ എന്ത് ചിന്തിക്കണമെന്നും എവിടെ ചിന്തിക്കണമെന്നും എപ്പോൾ ചിന്തിക്കണമെന്നും ചിന്തിച്ചിട്ട് എന്താണ് കണ്ടെത്തേണ്ടത് എന്നും കൃത്യമായിട്ട് നിർണയിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചിന്ത എന്താണ് സാധനം? ആ ചിന്ത ഇതുപോലെയാണ്. ഈ കാളയ്ക്ക് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇഷ്ടം പോലെ എത്ര സമയം വേണമെങ്കിലും എത്ര സ്പീഡിൽ വേണമെങ്കിലും സഞ്ചരിക്കാം. ഈ കാളയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലമാകുന്നത് പോലെയാണ് ഖുർആനിൽ മനുഷ്യൻ്റെ ചിന്താ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സംസാരിക്കുന്നത്. ഇത് പുതിയ ആളുകൾക്ക് ചിലപ്പോൾ ഈ സാധനം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇത് ആദ്യകാലത്ത് ഇന്നത്തെ ഓയിൽ മില്ലുകളൊക്കെ വരുന്നതിന് മുമ്പ്, യന്ത്രങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഒരു യന്ത്രമാണ്. എണ്ണ ആട്ടിയെടുക്കാൻ വേണ്ടി കൊപ്രയിൽ നിന്നും കടലയിൽ നിന്നും എള്ളിൽ നിന്നൊക്കെ എണ്ണ ആട്ടിയെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ചക്ക് എന്ന് പറയുന്ന ഉപകരണമാണിത്. ഈ ചക്കിനകത്ത് ഈ കൊപ്രയൊക്കെ ഇട്ടതിന് ശേഷം ആ ചക്ക് ഒരു കാളയെ കൊണ്ട് ഇങ്ങനെ വലിപ്പിക്കും. കാള ആ ചക്കിന് ചുറ്റും, കാരണം കാളയുടെ കഴുത്തിൽ കെട്ടിയിട്ടുള്ള നുകവും ഈ ചക്കും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ കാളയ്ക്ക് ആ ചക്കിന് ചുറ്റും ഉള്ള ഒരു വൃത്തത്തിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റും. എത്ര നേരം വേണമെങ്കിലും സഞ്ചരിക്കാം, എത്ര വേഗതയിൽ വേണമെങ്കിലും സഞ്ചരിക്കാം. പക്ഷേ ആ വൃത്തത്തിൻ്റെ ഉള്ളിലേക്കും കടക്കാൻ പറ്റില്ല, ആ വൃത്തത്തിന് പുറത്തേക്കും കടക്കാൻ പറ്റില്ല. ഇതാണ് ഖുർആനിലും മനുഷ്യരോട് പറയുന്ന ചിന്താ സ്വാതന്ത്ര്യത്തിൻ്റെയും അവസ്ഥ. ഖുർആനിൽ എന്തൊക്കെ മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ മണ്ടത്തരങ്ങളിൽ അങ്ങോട്ട് കമിഴ്ന്ന് കിടന്നിട്ട് അതങ്ങോട്ട് വിശ്വസിച്ചിട്ട് അതാണ് ശരിയെന്നാണ് ചിന്തിക്കുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ശരിയാണോ അല്ലേ എന്ന് പോലും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഖുർആൻ അല്ലെങ്കിൽ ഈ മതം അതിൻ്റെ അനുയായികളെ അനുവദിക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയാൽ അയാളെ സംശയദൃഷ്ടിയോടുകൂടി നോക്കുകയും ശത്രുതയോടുകൂടി കാണുകയും അയാളെ ശാരീരികമായി ഉപദ്രവിക്കുകയും തഞ്ചം കിട്ടിയ കൊല്ലുക വരെയും ചെയ്യുക എന്നതാണ് മുഹമ്മദിൻ്റെ കാലം തൊട്ട് ഇന്ന് വരെയും ഇസ്ലാം തുടർന്നു പോന്നിട്ടുള്ളത്. ഈ മതം ശരിയല്ല, ഈ ഖുർആനിൽ ഇങ്ങനെ ഒരു മണ്ടത്തരം ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്ക് അത് പറയുന്ന ആളെ ഗോത്ര ശത്രുവായിട്ട് തള്ളിക്കളയുകയും അയാളെ പിന്നെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തുകയും ചെയ്യുക എന്ന കൊടിയ ഫാസിസമാണ് ഇസ്ലാം നടപ്പിലാക്കുന്നത്. ആ ഇസ്ലാമിൽ എവിടെയാണ് ചിന്താ സ്വാതന്ത്ര്യമുള്ളത്?
ആ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ആദ്യം ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് ഇത് ശരിയാണോ എന്നല്ല. ഇത് ശരിയാണോ എന്ന് ചിന്തിക്കാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്താൻ മാത്രം സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് എന്ത് കാര്യം? അങ്ങനെയും സ്വാതന്ത്ര്യമല്ല. വേറെ ഏതെങ്കിലും മതം ശരിയാണോ എന്ന് നോക്കിയിട്ട് അതിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യവും കൊടുക്കുന്നില്ല. മതം മാറിയാൽ അവനെ ഓടിച്ചിട്ട് പിടിച്ച് കൊല്ലണം എന്ന നിയമമാണ് ഈ മതത്തിൽ എഴുതി വച്ചിട്ടുള്ളത്. അവരോടാണ് അള്ളാഹുവിന് ഏറ്റവും വലിയ കോപം എന്ന് ഖുർആനിലും എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആനിലെ ചിന്താ സ്വാതന്ത്ര്യം ചക്കുകാളയുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനപ്പുറത്തൊരു സ്വാതന്ത്ര്യവും മനുഷ്യൻ്റെ ബുദ്ധിക്കും മനുഷ്യൻ്റെ ധിഷണയ്ക്കും ഈ ഖുർആനോ ഈ മതമോ നൽകുന്നില്ല. പിന്നെ ഈ ബഡായിയൊക്കെ എന്തിനാണ് പറയുന്നത്? ഈ ബഡായിയൊക്കെ പറയുന്നത് ഇന്ന് പിടിച്ചു നിൽക്കാൻ മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് പരസ്പര വിരുദ്ധമായ നുണകൾ ഒരേ സെമിനാറിൽ വെച്ച് പറയുക എന്നതാണ്. സെമിനാറിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് മനുഷ്യൻ്റെ യുക്തിക്ക് പരിമിതിയുണ്ട്, ബുദ്ധിക്ക് പരിമിതിയുണ്ട്, ആ പരിമിതിക്ക് അപ്പുറത്തേക്കൊന്നും പോകാതെ ഇത് വിശ്വസിക്കണം. എന്നിട്ട് പറയുന്നത് ഖുർആൻ മനുഷ്യരോട് ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നല്ലോണം ചിന്തിച്ചില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അതിനുള്ള ശിക്ഷ പോലും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചിന്താ സ്വാതന്ത്ര്യത്തിൻ്റെ മതമാണ് ഇസ്ലാം എന്ന് വേറെ പറയാം. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചിന്തിച്ചാൽ മതി, ഇസ്ലാമിൻ്റെയും ഖുർആനിൻ്റെയും അള്ളാഹുവിൻ്റെയും ഒക്കെ കാറ്റ് പോകും എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം.